Hello everyone, welcome to LearnMate Academy. I am Manaka Sundosh, your online teacher. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് +2 കഴിഞ്ഞ് എത്ര വിഷയത്തിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ പറ്റും, അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് ഇംപ്രൂവ്മെൻറ്റ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഈ ഒരു ചാനലിൽ ഓൺലൈൻ ട്യൂഷൻസ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. +2ൻ്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സേവ് ബാച്ച് കൂടെ അഡ്മിഷൻ പ്രോസസ്സിംഗ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം ചേരുന്ന 5 പേർക്ക് എക്സൈറ്റിംഗ് ഓഫേഴ്സ് കൂടെ അവൈലബിൾ ആണ്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യണം. കോൺടാക്ട് നമ്പർ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, 7012787895. സോ നമുക്ക് ഇംപ്രൂവ്മെൻറ്റ് എക്സാം ആർക്കൊക്കെയാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ എത്ര വിഷയത്തിന് അറ്റൻഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം കേട്ടോ. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഇംപ്രൂവ്മെൻറ്റ് എക്സാം എന്ന് പറയുന്നത് കിട്ടിയ മാർക്ക് കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ കിട്ടിയ പെർസെൻറ്റേജ് കുറച്ചുകൂടെ ഇൻക്രീസ് ആവണം എന്ന് വിചാരിക്കുന്ന സ്റ്റുഡൻസാണ് ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതുക. അപ്പോൾ ഇംപ്രൂവ്മെൻറ്റ് എക്സാം ആകെ ഒരു വിഷയത്തിൽ മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ. അതും റെഗുലർ സ്റ്റുഡൻസ് ആയിരിക്കണം കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ +2 ഈ വർഷമാണ് കഴിഞ്ഞത് എന്നുണ്ടെങ്കിൽ, അതായത് മെയ് 26 നിങ്ങളുടെ റിസൾട്ട് ആണല്ലോ. അപ്പോൾ ഈ ഒരു സമയത്താണ് നിങ്ങൾ +2 കഴിയുന്നത് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഒരു വിഷയത്തിൽ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ വിഷയം ഇംപ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ DHSCൻ്റെ സ്പെഷ്യൽ ഓർഡർ കൂടെ അവൈലബിൾ ആയിട്ട് വേണം. ഓക്കെ, ഇനി എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് അറ്റ് എ സെയിം ടൈം ഇംപ്രൂവ്മെൻറ്റും എക്സാമും അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇംപ്രൂവ്മെൻറ്റ് എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എക്സാം എഴുതാനായിട്ടുള്ള പ്രൊവിഷൻ അവൈലബിൾ ആയിരിക്കില്ല. ഇല്ല നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് വേണ്ട, പകരം ഫെയിലായ സബ്ജക്റ്റ് മാത്രം നോക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കൃത്യമായി ലഭിക്കാനായിട്ട് ഓൾറെഡി ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.